ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ. അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറേ ബാക്ക് ടു സ്കൂൾ സപ്ലീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് പാർട്ടായിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. എന്നിട്ട് അതിനെ ജസ്റ്റ് ക്ലോസ് ചെയ്യേണ്ട ഭാഗം വിട്ടിട്ടൊന്ന് മടക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ രണ്ട് സൈഡും കൂടി സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പഴയ റീഡിങ് ബുക്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേജസൊക്കെ ഏകദേശം ഇപ്പോൾ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാനിവിടെ വാഷ് ടാപ്പിന് പകരം ഉപയോഗിക്കുന്നത്. വാഷ് ടാപ്പൊക്കെ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡും കൂടിയാണിത്. പിന്നെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത്. പിന്നെ നമ്മുടെ ഈ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടാവില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കേവ് ഷേപ്പിൽ രണ്ട് സൈഡിനും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് ഓപ്പൺ ചെയ്യും ക്ലോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ക വർക്കിംഗ് ആണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കേക്കിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റിക്കർ വെച്ചിട്ടാണ് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ബാർബിയുടെ സ്റ്റിക്കറാണ് ഞാൻ സൈഡിൽ വെക്കുന്നത്. ഒന്ന് കട്ടൗട്ട് നേരെ എടുത്തിട്ട് ആ ബാർബിയുടെ സ്റ്റിക്കർ ഞാൻ ആ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കും അടക്കൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ക വർക്കിംഗ് ആണ്. പിന്നെ ഞാനിവിടെ പൗച്ച് ജസ്റ്റ് ഒന്ന് അടിപൊളിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പെന്നും പെൻസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ.